മെറ്റ് പി എസ് സി ഓൺലൈൻ സ്റ്റഡി സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IC എൻജിൻ റിലേറ്റഡ് ആയിട്ടുള്ള മൾട്ടി ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ കലോറിഫിക് വാല്യൂ ഓഫ് ഗ്യാഷ്യസ് ഫ്യൂവൽസ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ്. അപ്പോൾ ഗ്യാഷ്യസ് ഫ്യൂവൽസ് ആകുമ്പോൾ സമയത്ത് എപ്പോഴും വോളിയത്തിൻ്റെ ടൈമിലായിരിക്കും പറയാം. അപ്പോൾ കിലോ കലോറി ഉണ്ട്, കിലോ കലോറി പെർ കിലോഗ്രാം, കിലോ കലോറി പെർ മീറ്റർ സ്ക്വയർ, കിലോ കലോറി പെർ മീറ്റർ ക്യൂബ്. വോളിയം മീറ്റർ ക്യൂബാണ്. സോ ആൻസർ വരുന്നത് ഡി ആണ്, കിലോ കലോറി പെർ മീറ്റർ ക്യൂബ്. ദ നെക്സ്റ്റ് വൺ, ഇൻഡിക്കേറ്റഡ് പവർ ഓഫ് എ 4-stroke engine ഈസ് ഈക്വൽ ടു. ഓപ്ഷൻ എ PLAN, ഓപ്ഷൻ ബി 2PLAN, ഓപ്ഷൻ സി PLAN/2, ഓപ്ഷൻ ഡി 4PLAN. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, PLAN/2. അപ്പോൾ അത് 2-stroke എൻജിൻ ആവുന്ന സമയത്താണെങ്കിൽ PLAN ആണ് ആൻസർ വരിക. അപ്പോൾ അവിടെ 4-stroke ആവുന്ന സമയത്ത് /2 വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ച ഇക്വേഷൻ വേറെ രീതിയിൽ വരുമ്പം PM എന്ന് പറയുന്നത് മീൻ എഫക്റ്റീവ് പ്രഷറാണ്. ഇവിടെ P എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. PMLAN/60 ആണ് 2-strokeൻ്റെ കേസിൽ വരിക. 4-stroke ആകുമ്പോൾ PMLAN/2 × 60 വരും, 120 വരും. അപ്പോൾ ഇതിൻ്റെ പെർ 60 എന്നുള്ള ടൈം ഒഴിവാക്കിയിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ P എന്ന് പറയുന്നത് മീൻ എഫക്റ്റീവ് പ്രഷറാണ്, L എന്ന് പറയുന്നത് സ്ട്രോക്ക് ലെങ്ത് ആണ്, A എന്ന് പറയുന്നത് ഏരിയ ഓഫ് പിസ്റ്റൺ ആണ്, N എന്ന് പറയുന്നത് RPM. ഇനി മൾട്ടി സിലിണ്ടർ ആവുകയാണെങ്കിൽ ഇവിടെ K എന്ന് പറയുന്ന ഒരു വേർഡും കൂടി ഉണ്ടാവും. PMLANK/60 ആണ് 2-strokeൻ്റെ കേസിൽ വരുന്നത്. ദ നെക്സ്റ്റ് വൺ, കംപ്രഷൻ റേഷ്യോ ഓഫ് IC എൻജിൻ ഈസ് ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് എയർ ഇൻ സിലിണ്ടർ ബിഫോർ കംപ്രഷൻ സ്ട്രോക്ക് ആൻഡ് ആഫ്റ്റർ കംപ്രഷൻ സ്ട്രോക്ക്. വോളിയം ഡിസ്പ്ലേസ്ഡ് ബൈ പിസ്റ്റൺ പെർ സ്ട്രോക്ക് ആൻഡ് ക്ലിയറൻസ് വോളിയം ഇൻ ദ സിലിണ്ടർ. ഓപ്ഷൻ സി റേഷ്യോ ഓഫ് പ്രഷർ ആഫ്റ്റർ കംപ്രഷൻ ആൻഡ് ബിഫോർ കംപ്രഷൻ. ഓപ്ഷൻ ഡി സ്വെപ്റ്റ് വോളിയം ബൈ സിലിണ്ടർ വോളിയം. അപ്പോൾ കംപ്രഷൻ റേഷ്യോയുടെ ഇക്വേഷൻ നമുക്കറിയാം, ടോട്ടൽ വോളിയം ബൈ ക്ലിയറൻസ് വോളിയം ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ടോട്ടൽ വോളിയം കിട്ടണമെന്നുണ്ടെങ്കിൽ വരുന്ന ടൈം ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ആൻഡ് ക്ലിയറൻസ് വോളിയം ഇൻ ദ സിലിണ്ടർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് എയർ ഇൻ ദ സിലിണ്ടർ ബിഫോർ കംപ്രഷൻ സ്ട്രോക്ക്. അപ്പോൾ കംപ്രഷൻ സ്ട്രോക്ക് തുടങ്ങുന്നതിൻ്റെ മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്ലിയറൻസ് വോളിയത്തിലും സെപ്റ്റ് വോളിയത്തിലും എയർ ഫില്ലായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് എന്താണ് ടോട്ടൽ വോളിയം എന്നുള്ള ഒരു ടേം കിട്ടി. ആഫ്റ്റർ കംപ്രഷൻ സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ അത് കംപ്രസ്ഡ് ആവും, ക്ലിയറൻസ് വോളിയത്തിൽ മാത്രമാണ് നിൽക്കുക. അപ്പോൾ അവിടെ ടോട്ടൽ വോളിയം ബൈ ക്ലിയറൻസ് വോളിയം എന്നുള്ള ഇക്വേഷൻ ഇവിടെ സാറ്റിസ്ഫൈ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. The next one, the air standard efficiency of an Otto cycle compared to a diesel cycle for the given compression ratio. അപ്പോൾ കംപ്രഷൻ റേഷ്യോ സെയിം ആണെങ്കിൽ ഓട്ടോ സൈക്കിളിന് ഡീസൽ സൈക്കിളിനേക്കാളും എന്തായിരിക്കും എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി കൂടുതലായിരിക്കും. മോറാണ് ആൻസർ വരുന്നത്. അപ്പോൾ കംപ്രഷൻ റേഷ്യോ ഡീസൽ എൻജിന് കൂടുതലായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഡീസലിന് എഫിഷ്യൻസി കൂടുതലായിരിക്കും. പക്ഷേ സെയിം കംപ്രഷൻ റേഷ്യോ വരുന്ന സമയത്ത് ഓട്ടോ സൈക്കിളിനായിരിക്കും ഡീസൽ സൈക്കിളിനേക്കാളും എഫിഷ്യൻസി കൂടുതൽ. ദ നെക്സ്റ്റ് വൺ, ദ റേഷ്യോ ഓഫ് ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി ടു ദ കറസ്പോണ്ടിങ് എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ എഫിഷ്യൻസി ഈസ് കോൾഡ് റിലേറ്റീവ് എഫിഷ്യൻസി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി ടു ദ കറസ്പോണ്ടിങ് എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ എഫിഷ്യൻസി, അതാണ് റിലേറ്റീവ് എഫിഷ്യൻസി. നെക്സ്റ്റ് വൺ, എ ഡീസൽ എൻജിൻ ഹാസ്
ഓപ്ഷൻ എ 1 വാൽവ്, ഓപ്ഷൻ ബി 2 വാൽവ്, ഓപ്ഷൻ സി 3 വാൽവ്. അപ്പോൾ നമുക്ക് ഡീസൽ എഞ്ചിൻ്റെ കേസിൽ അറിയാം, ഇൻലെറ്റ് വാൽവ് ഉണ്ടാവും, എക്സോസ്റ്റ് വാൽവ് ഉണ്ടാവും, പിന്നെ ഡീസൽ സപ്ലൈ ചെയ്യുന്ന ഇഞ്ചക്ടർ എന്ന് പറയുന്നതും ഒരു വാൽവായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ടോട്ടൽ 3 വാൽവ് എന്ന് പറയുന്നത്. The next one, if petrol is used in diesel engine, then പെട്രോൾ ഡീസൽ എഞ്ചിനിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലോ പവർ വിൽ ബി പ്രൊഡ്യൂസ്ഡ്, എഫിഷ്യൻസി വിൽ ബി ലോ, ഹയർ നോക്കിംഗ് വിൽ ഒക്കർ. അപ്പോൾ ഹയർ നോക്കിംഗ് വിൽ ഒക്കർ, സൗണ്ട് കാര്യങ്ങളൊക്കെ കൂടും. അപ്പോൾ അതാണ് സംഭവിക്കുക. ആൻസർ ഹയർ നോക്കിംഗ് വിൽ ഒക്കർ. എ സ്പാർക്ക് പ്ലഗ് ഗ്യാപ്പ് ഈസ് കെപ്റ്റ് ഫ്രം, സ്പാർക്ക് പ്ലഗിൻ്റെ ഗ്യാപ്പ് എത്രയാണെന്നുള്ളതാണ്. 0.3 to 0.7 mm ആണ് സ്പാർക്ക് പ്ലഗിൻ്റെ ഗ്യാപ്പ് വരുന്നത്. 0.3 to 0.7 mm. ഈ സ്പാർക്ക് പ്ലഗ് ഗ്യാപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ് ഏതായിരുന്നു? ഫീലർ ഗേജ് ആണ് സ്പാർക്ക് പ്ലഗ് ഗ്യാപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്. ദ നെക്സ്റ്റ് വൺ, തിയററ്റിക്കലി കറക്റ്റ് മിക്സ്ചർ ഓഫ് എയർ ആൻഡ് പെട്രോൾ ഈസ് 15:1. 15:1 ആണ് എയറും പെട്രോളും തമ്മിലുള്ള കറക്റ്റ് തിയറിറ്റിക്കൽ മിക്സ്ചർ എന്ന് പറയുന്നത്. ആൻ എൻജിൻ ഇൻഡിക്കേറ്റർ ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ, ഇൻഡിക്കേറ്റർ ഡയഗ്രാം PV ഡയഗ്രാമാണ് അത് യൂസ് ചെയ്യുന്നത് മീൻ എഫക്റ്റീവ് പ്രഷർ കണ്ടുപിടിക്കാനും ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മീൻ എഫക്റ്റീവ് പ്രഷർ ആൻഡ് ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. സോ IC എഞ്ചിനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ കീപ് വാച്ചിങ്. താങ്ക് യു.